വിദ്യാരംഗം കലാസാഹിത്യവേദിയുടെ കരുനാഗപ്പള്ളി ഉപജില്ലാതല പ്രവർത്തനോദ്ഘാടനം CR മഹേഷ് MLA നിർവഹിച്ചു. കുട്ടികളുടെ സർഗാത്മക പ്രവർത്തനങ്ങൾക്ക് വിദ്യാരംഗം വഹിക്കുന്ന പങ്ക് ഏറെ ശ്രദ്ധേയമാണെന്ന് MLA പറഞ്ഞു. നമ്മളെക്കാൾ ഇരട്ടി കഴിവുകൾ നമ്മുടെ കുഞ്ഞുങ്ങൾക്കുണ്ട്. നമ്മൾ 10ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ അറിഞ്ഞ കാര്യം ഇപ്പോൾ 3ാം ക്ലാസ്സിലും 4ാം ക്ലാസ്സിലും പഠിക്കുന്ന കുട്ടികൾ അറിയുക. നമ്മളെക്കാൾ ഇരട്ടി ബുദ്ധി ഈ കുട്ടികൾക്കുണ്ട്. ആ ബുദ്ധി നേരായ മാർഗത്തിൽ പടം വരയ്ക്കുന്നതിനോ ചെണ്ട കൊട്ടുന്നതിനോ ഓടുന്നതിനോ ചാടുന്നതിനോ നാടകത്തിനോ കലയ്ക്കോ കായികത്തിനോ ഉപയോഗിച്ചില്ല എങ്കിൽ ആ നമ്മളെക്കാൾ അധികമായി കുട്ടികൾക്കുള്ള കഴിവ് മറ്റ് സാമൂഹിക പ്രവർത്തനങ്ങളിലേക്ക് അവർ ചിലവഴിക്കാൻ മാറ്റിവെക്കാൻ സാധ്യതയുണ്ട് എന്നുള്ളതുകൊണ്ട് വളരെ കുഞ്ഞുനാളിലെ പഠനത്തോടൊപ്പം അവനിഷ്ടമുള്ള അവൻ ആഗ്രഹിക്കുന്ന അവന് ജന്മസിദ്ധമായി കഴിവുള്ള ഒരു മേഖലയിൽ കൂടി കുട്ടികളെ വളർത്തിക്കൊണ്ടുവരുവാൻ രക്ഷകർത്താക്കൾ എല്ലാവരും ശ്രമിക്കണം. അതുകൊണ്ടാണ് പാഠ്യേതര വിഷയങ്ങൾക്ക് നമ്മുടെ കാലഘട്ടത്തിൽ ലഭിക്കാതിരുന്ന പ്രോത്സാഹനം സംസ്ഥാന യുവജനോത്സവത്തിന്, ജില്ലാ യുവജനോത്സവത്തിന്, സബ് ജില്ലാ യുവജനോത്സവത്തിന് നമ്മളൊക്കെ ഒരു ഫാൻസി ഡ്രസ്സൊക്കെ അവതരിപ്പിക്കണമെങ്കിൽ അതിന് വേണ്ടുന്ന വേഷത്തിനൊക്കെ ഓടിയ നട്ടോട്ടം നമ്മളിപ്പോഴും ഓർക്കുകയാണ്. ഇവിടെ അധ്യക്ഷൻ സൂചിപ്പിച്ചു. പക്ഷേ ഇന്ന് അങ്ങനെയല്ല. ഇന്ന് രക്ഷകർത്താക്കളുടെ ഭാഗത്തു നിന്നും ജനപ്രതിനിധികളുടെ ഭാഗത്തു നിന്നും സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും ഒരുപാട് പ്രോത്സാഹനങ്ങൾ നൽകുന്നുണ്ട്. അതിന് ഉത്തമമായ ഒരു ഉദാഹരണമാണ് ഈ വിദ്യാരംഗം പദ്ധതി. ഇതും പരിപൂർണമായും വിജയത്തിലെത്തിക്കുവാൻ നമ്മുടെ എല്ലാ കൂട്ടായ പ്രവർത്തനത്തിന് കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഇത് ഉദ്ഘാടനം ചെയ്തായിരിക്കും. നന്ദി, നമസ്കാരം. മുനിസിപ്പൽ ചെയർമാൻ കോട്ടയിൽ രാജു അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ രാഷ്ട്രപതിയുടെ ബാലപുരസ്കാര ജേതാവ് ആദിത്യ സുരേഷ് മുഖ്യ അതിഥിയായി എത്തി. കലാസാഹിത്യപരമായ കഴിവുകളെ പ്രോത്സാഹിപ്പിക്കുന്നതും വേദിയാണ് നമ്മുടെ ഈ വിദ്യാരംഗം കലാസാഹിത്യവേദി. ഇത്തരത്തിൽ വായനയിലൂടെയും മറ്റ് ജീവിതാനുഭവങ്ങളിലൂടെയും പ്രകൃതി നിരീക്ഷണങ്ങളിലൂടെയും ഒക്കെ നാം നേടുന്ന ഒരു അറിവുകൾ ഏറ്റവും സുന്ദരമായ രീതിയിൽ ആവിഷ്കരിക്കുവാൻ നമ്മെ പ്രാപ്തരാക്കുന്ന ഒരു വേദി അല്ലെങ്കിൽ ഒരു അരങ്ങ് തന്നെയാണ് നമ്മുടെ വിദ്യാരംഗം കലാസാഹിത്യവേദി. അപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയിക്കുന്ന കൂട്ടുകാർ, നമുക്ക് എല്ലാവർക്കും വ്യത്യസ്തങ്ങളായിട്ടുള്ള കഴിവുകളാണ്. ഇപ്പോൾ ഒരാൾക്ക് പലർക്കും പല കഴിവാണ്. ഇപ്പോൾ ഒരാൾക്ക് സംഗീതത്തിലാണെങ്കിൽ അടുത്ത ആൾക്ക് ചിത്രരചനയിലായിരിക്കും, അടുത്ത ആൾക്ക് എഴുത്തിലൂടെയായിരിക്കും. അങ്ങനെ പലർക്കും പല കഴിവുകളാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള ഈ ഒരു കഴിവുകളെല്ലാം ഏറ്റവും കൂടുതൽ എക്സിബിറ്റ് ചെയ്യാൻ പറ്റുന്ന വേദി തന്നെയാണ് നമ്മുടെ വിദ്യാരംഗം കലാസാഹിത്യവേദി. ഒരു ഉദാഹരണത്തിന് ഇപ്പോൾ നമ്മളുടെ ഉള്ളിലുള്ള ഈ ചിന്തകളെയും ആശയങ്ങളെയും ഒക്കെ നമ്മളൊരു എഴുത്ത് രൂപത്തിലാക്കുന്നത്, ലിഖിത രൂപത്തിലേക്ക് നമ്മൾ മാറ്റുകയാണെങ്കിലാണ് നമ്മളവിടെ നമ്മളുടെ എഴുത്തുകാരുണ്ടെന്ന് അറിയുന്നത്. അല്ലെങ്കിൽ ഇതേ ആശയങ്ങൾ തന്നെ നമ്മൾ ഭാവാത്മകമായി പ്രകടിപ്പിക്കുമ്പോൾ നമ്മൾ ഒരു അഭിനേതാവോ ഒരു നടനോ ഒക്കെ ആകുന്നു. അല്ലെങ്കിൽ ഇതേ ആശയങ്ങൾ തന്നെ നമ്മൾ നാദരൂപത്തിൽ അവതരിപ്പിക്കുമ്പോൾ നമ്മൾ സംഗീതത്തിനോ ഒരു ഗായകനോ ഒക്കെ ആവുന്നു. അപ്പോൾ ഇത്തരത്തിലുള്ള എല്ലാ കഴിവുകളെയും നമുക്ക് പ്രോത്സാഹിപ്പിക്കാൻ ഈ ഒരു വിദ്യാരംഗം കലാസാഹിത്യവേദി നമ്മളെ സഹായിക്കുന്നു. അപ്പോൾ എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാരും നമ്മുടെ ഉള്ളിലുള്ള കഴിവുകളെ എല്ലാം ഇത്രയും ഉള്ളിൽ പ്രകടിപ്പിച്ചുകൊണ്ട് എല്ലാവരും ഇന്നിവിടെ പങ്കെടുക്കുന്ന എല്ലാവർക്കും എല്ലാവിധ ആശംസകളും ഒക്കെ നേരുന്നു. അപ്പോൾ എനിക്കങ്ങനെ കൂടുതലൊന്നും സംസാരിക്കാനൊന്നും അറിയില്ല. ഞാനും 5ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ വിദ്യാരംഗം കലാസാഹിത്യവേദിയിലൂടെയാണ് വരുന്നത്. ഏറ്റവും അഭിമാനകരമായ ഒരു കാര്യമാണ്. അപ്പോൾ എൻ്റെ മുന്നിരിക്കുന്ന എല്ലാ കൂട്ടുകാരും വളരെ കഴിവുറ്റ കൂട്ടുകാരാണ്. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി എല്ലാ ആശംസകളും പ്രാർത്ഥനകളും ഒക്കെ നേരുന്നുകൊണ്ട് എനിക്ക് കൂടുതലൊന്നും സംസാരിക്കാൻ അറിയില്ല. കൂട്ടുകാർക്കൊക്കെ പാട്ടിഷ്ടമല്ലേ? എല്ലാവർക്കും വീട്ടിൽ പാട്ട് പാടട്ടെ? അപ്പോൾ എല്ലാവർക്കും വേണ്ടിയിട്ട് ഒരു പാട്ട്.
കുളിരാളേ കൊലപ്പള്ളി തിരുപ്പള്ളി പുകഴുന്ന കുളിരാളേ ഒന്നാം കൊന്നു നടന്നു നടനാരോ കുഞ്ഞി തിറങ്ങുന്നേ ഒന്നാം കൊന്നു നടന്നു നടനാരോ കുഞ്ഞി തിറങ്ങുന്നേ ആവോ താമാരോ നടനം കിട്ടണല്ലോ നടനം കിട്ടണല്ലോ നടനം കുടിക്കേ കുളിരണല്ലോ ദേശം ചുറ്റുകരക്കാരും വരത്തം വരുമങ്ങെത്തിയല്ലോ ദേശം ചുറ്റുകരക്കാരും വരത്തം വരുമങ്ങെത്തിയല്ലോ കാവ്യനർത്തകി എന്ന ചങ്ങമ്പുഴ കവിതയുടെ തത്സമയ ആലാപനവും ദൃശ്യാവിഷ്കാരവും കരുനാഗപ്പള്ളി ഗേൾസ് ഹൈസ്കൂളിലെ കുട്ടികൾ അവതരിപ്പിച്ചു. കാഞ്ചന കാഞ്ചി കുലുങ്ങി കുലുങ്ങി കടമീഴിക്കോണുകളിൽ സ്വപ്നം മയങ്ങി കതിരുതിർപ്പു പുഞ്ചിരി ചെഞ്ചുണ്ടിൽ തങ്ങി ഒഴുകും ഉടയാടയിലൊളിയലകൾ ചിന്നി അഴകുരുടലാർന്ന പോലങ്ങനെ മിന്നി മതിമോഹന ശുഭനർത്തനമാടുന്നൈ മഹിതേ മമ മുന്നിൽ നിന്നു നീ മലയാള കവിതേ ഒരു പകുതി. കഴിഞ്ഞ വർഷത്തെ ജില്ലാ സർഗോത്സവ പ്രതിഭകളുടെ വ്യത്യസ്തമായ കലാവിരുന്നും അവതരിപ്പിച്ചു. തുടർന്ന് ഉപജില്ലയിലെ 72 സ്കൂളുകളിൽ നിന്നും പങ്കെടുത്ത കുട്ടികളുടെ സാഹിത്യ ക്വിസ് മത്സരം നടത്തി. കരുനാഗപ്പള്ളി ഗേൾസ് ഹൈസ്കൂളിൽ നടന്ന ചടങ്ങിൽ നഗരസഭാ ചെയർമാൻ കോട്ടയിൽ രാജു അധ്യക്ഷത വഹിച്ച യോഗത്തിൽ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ റെജി ഫോട്ടോ പാർക്ക്, ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷ ഡോക്ടർ മീന, സ്കൂൾ മാനേജർ എൽ ശ്രീലത, സ്കൂൾ ഭരണസമിതി പ്രസിഡന്റ് VP ജയപ്രകാശ് മേനോൻ, വിദ്യാഭ്യാസ ഉപജില്ലാ സീനിയർ സൂപ്രണ്ട് Y ഷാജഹാൻ, PTA പ്രസിഡന്റ് VA ബ്രിജിത്ത്, സ്കൂൾ ഹെഡ്മിസ്ട്രസ് KG അമ്പിളി, സ്റ്റാഫ് സെക്രട്ടറി G ദിലീപ് എന്നിവർ സംസാരിച്ചു. വിദ്യാരംഗം ഉപജില്ലാ കൺവീനർ പ്രമോദ് ശിവദാസ് സ്വാഗതവും ജില്ലാ സമിതി അംഗം മിഥുൻ നന്ദിയും പറഞ്ഞു. മുഖ്യാതിഥി ആദിത്യനെ നഗരസഭാ ചെയർമാൻ കോട്ടയിൽ രാജു ഉപഹാരം നൽകി ആദരിച്ചു. ക്വിസ് വിജയികൾക്ക് സ്കൂൾ ഹെഡ്മിസ്ട്രസ് KG അമ്പിളി പുരസ്കാരം നൽകി.